ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന ധാരാളം വാക്കുകൾ മനുഷ്യരിൽ നിന്നും അപവാദിയായ പിശാചിൽ നിന്നും നമുക്കുണ്ടാകാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു ദുർവർത്തമാന നിമിത്തവും ഭയപ്പെടാത്തൊരു ജീവിതം വേണം നാം ഈ ഭൂമിയിൽ കാഴ്ചവെക്കുവാൻ. 112 സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം, ദുർവർത്തമാനം നിമിത്തം ഞാൻ ഭയപ്പെടുകയില്ല, എന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. എല്ലാവരുടെയും ഒരു പരാതിയാണ്, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ മോശമായി പറയും. അത് ചിലരുടെ ഒരു ജീവിത ശൈലിയാണ്. എന്നാൽ എല്ലാവരെയും കുറിച്ച് നല്ലതായി പറയുന്ന ശീലമുള്ളവരുണ്ട്. അവർക്ക് മോശമായ ഭാഗങ്ങൾ കാണാൻ കഴിയത്തില്ല, നല്ല കാര്യങ്ങളെ കാണാൻ കഴിയാം. സത്യത്തിൽ ദൈവമക്കളുടെ ഓരോരുത്തരുടെ കണ്ണ് നല്ല കാര്യങ്ങൾ കാണാൻ, ദൈവവചനം കാണാൻ, ദൈവപ്രവൃത്തി കാണാൻ, ദൈവത്തെ കാണാൻ മാത്രമേ ഉപയോഗിക്കാവൂ. പൗലോസ് പറയാ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. കാരണം ഇവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, എത്ര ദുർവർത്തമാനം നിന്നെ കുറിച്ച് പറഞ്ഞു വരുത്തിയാലും നിന്റെ ഹൃദയം ഭയപ്പെടരുത്. നിന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കണം. നീ പിടിച്ചു നിൽക്കുന്ന വിശ്വാസം, നീ മുറുകെ പിടിച്ചിരിക്കുന്ന വിശ്വാസം, നീ പിടിച്ചിരിക്കുന്ന ദൈവാശ്രയം, ഇതിൽ നിന്നൊക്കെ നിന്നെ തകിടം മറിക്കാനാണ് ചിലർ നിനക്കെതിരെ ദുർവർത്തമാനം പറയുന്നത്. സ്വന്തം വീടിനകത്ത്, സ്വന്തം ബന്ധുക്കളുടെ ഇടയ്ക്ക്, സ്നേഹിതന്മാരുടെ ഇടയ്ക്ക്, എന്തിനധികം ആത്മീക ഫീൽഡിൽ പല ദുർവർത്തമാനങ്ങളും നിന്നെക്കുറിച്ച് പറയുമ്പോഴും ഒട്ടും പേടിക്കരുത്. നിന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കണം. ആ കാറ്റൊന്നും എന്നെ ഇളക്കത്തില്ലെന്ന് പറയണം, ആ പ്രതിസന്ധി ഒന്നും എന്നെ തകർക്കത്തില്ല. ഈ വർഷം ദൈവം നിന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വർഷം. നമുക്കൊന്നിച്ചു പറയാം, എന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുർവർത്തമാന നിമിത്തം ഹൃദയം ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് ഓരോ ദിവസവും ജീവിപ്പാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണം. നിന്റെ നാമം ചൊല്ലുന്ന നിന്റെ മക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളുടെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളെ ശക്തീകരിക്കും. ഗോഡ് ബ്ലസ് യു.